തുർക്കി 3 ഗോളിന് തോറ്റ മത്സരത്തേക്കാൾ, കാരണം പോർച്ചുഗലും തുർക്കിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നമുക്കറിയാം വ്യക്തമായ എഡ്ജ് പോർച്ചുഗലിന് തന്നെയാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ, ബെർണാർഡോ സിൽവ, ബ്രൂണോ ഫെർണാണ്ടസ് തുടങ്ങി ധാരാളം താരങ്ങൾ, സൂപ്പർ താരങ്ങൾ കളിക്കുന്ന ഒരു ടീമാണ്. പക്ഷെ വളരെ നിരാശാജനകമായ ഒരു കാഴ്ച കണ്ടത്, പ്രത്യേകിച്ച് യൂറോ തുടങ്ങിയത് മുതൽ നമ്മൾ കാണുന്നു സെൽഫ് ഗോളുകളുടെ ഒരു പെരുമഴയാണ്. എല്ലാ ദിവസവും 1-2 സെൽഫ് ഗോളുകളുണ്ട്. ഇന്ന് തുർക്കി സ്വന്തം വലയിലേക്ക് മൈനസ് ചെയ്ത പാസ്, അത് വലയിലേക്ക് പോയ ഒരു കാഴ്ച കാണുമ്പോൾ തീർച്ചയായിട്ടും ആ ഗോള് ഒരുപക്ഷെ മത്സരത്തെ സ്വാധീനിച്ചിട്ടില്ലായിരിക്കാം. എങ്കിൽ പോലും നമ്മൾ ഫുട്ബോളിൽ ഇപ്പോഴും മാറി മാറി വരുന്ന വേഗത തന്ത്രങ്ങൾ കാണുമ്പോഴും കഴിഞ്ഞ ദിവസം കണ്ട ഒരു മത്സരത്തിൽ പോലും നമ്മൾ മൈനസ് പാസുകൾ ഇങ്ങനെ ഗോൾ കീപ്പറിലേക്ക് കൊടുക്കുന്ന വളരെ, അതായത് ഇടക്കൊന്ന് എതിർ സ്ട്രൈക്കർക്ക് ഇടപെട്ടാൽ ഗോളാവുന്ന തരത്തിൽ, അതായത് എതിർ സ്ട്രൈക്കേഴ്സ് സ്വന്തം ബോക്സിൽ നിൽക്കുന്ന സമയത്ത് പോലും മൈനസ് നൽകുന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്തായാലും ആ ഗോൾ തുർക്കിയുടെ വലയിൽ കയറി. എന്തായാലും ആ ഗോളിനപ്പുറത്തേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസം, അദ്ദേഹം 3-ാം ഗോൾ ബ്രൂണോ ഫെർണാണ്ടസ് എന്ന തൻ്റെ ജൂനിയർ താരത്തിന്, ഒരുപക്ഷെ വേണമെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അദ്ദേഹം കളിക്കുന്ന 6ാമത് യൂറോയാണ്, അദ്ദേഹത്തിന് ഇതിനും സ്കോർ ചെയ്യാം. സുന്ദരമായ ഓപ്പൺ നെറ്റായിരുന്നു. പക്ഷേ അദ്ദേഹം അതായത് സെൽഫിഷ്നെസ്സും കാണിക്കാതെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് പന്ത് ബ്രൂണോക്ക് കൊടുക്കുന്നൊരു കാഴ്ച അത് ഗോളായിട്ട് മാറുന്നു. അപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന താരത്തെ സ്നേഹിക്കുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഇതേ രീതിയിലുള്ള അസിസ്റ്റുകൾ ഇപ്പോൾ ബെർണാർഡോ സിൽവയ്ക്കാണെങ്കിൽ, ബ്രൂണോയ്ക്കാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്ന ചോദ്യമുണ്ട്. പലപ്പോഴും പോർച്ചുഗൽ ടീമിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു പോർച്ചുഗൽ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം, റൊണാൾഡോയ്ക്ക് പന്ത് കൈമാറാനായിട്ട് ആ ടീമിലെ തന്നെ താരങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന പരാതിക്ക് 2 വർഷത്തെ പഴക്കമുണ്ട്. 2022 ഖത്തർ വേൾഡ് കപ്പിൽ പോർച്ചുഗൽ വളരെ നേരത്തെ പുറത്തായ ഒരു കാഴ്ചയിൽ കരഞ്ഞുകൊണ്ട് മൈതാനം വിടുന്ന ഒരു CR-നെ ഞാനൊക്കെ നേരിൽ കണ്ടതാണ്. അപ്പോൾ ആ നേരിൽ കണ്ട കാഴ്ചക്കിടയിൽ അദ്ദേഹം കരഞ്ഞത് പറഞ്ഞില്ലെങ്കിൽ പോലും അറിയാതെ തന്നെ ആ ടീം വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ടീമിൽ ചില പ്രശ്നങ്ങളുണ്ട്, റൊണാൾഡോയ്ക്ക് ആളും പന്ത് നൽകുന്നില്ല എന്നുള്ളത്. എന്തായാലും ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ആ പന്ത് കൈമാറിയതിനപ്പുറത്തേക്ക് ശരിക്കും അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഫ്രീ ആയിട്ട് ബോക്സിൽ നിൽക്കുമ്പോൾ ബെർണാർഡോ സിൽവ ഒരു ലോങ് റേഞ്ചർ പാസ്സാക്കി പന്ത് പുറത്തേക്ക് അടിക്കുന്ന ഒരു കാഴ്ച കൂടി കാണുമ്പോൾ പോർച്ചുഗൽ മാധ്യമങ്ങൾ പറയുന്നതിൽ യാഥാർത്ഥ്യമില്ലേ എന്ന ഒരു സംശയമുണ്ടായിരുന്നു. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതേ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് F ആണ്. ആദ്യം നടന്ന മത്സരത്തിൽ ജോർജിയ വേഴ്സസ് ചെക്കിയ, ആ മത്സരം 1-1 അവസാനിച്ചു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പോർച്ചുഗൽ കടന്നു പ്രീ ക്വാർട്ടറിലേക്ക്. 2 വിജയങ്ങൾ. തുർക്കി 1 മത്സരം ജയിച്ചു, അവർ ആദ്യ മത്സരത്തിൽ ജയിച്ചവരാണ് ജോർജിയക്കെതിരെ. ഇപ്പോൾ 2ാം മത്സരത്തിൽ തോറ്റു. ഇനി 2ാം സ്ഥാനക്കാർക്ക് വേണ്ടിയാണ് ഈ ഗ്രൂപ്പിൽ മത്സരം. ഇന്ന് T20 വേൾഡ് കപ്പ് കൂടി ഉണ്ടായിരുന്നു. ആ T20 വേൾഡ് കപ്പിൽ ഇന്ത്യ വളരെ അനായാസം ബംഗ്ലാദേശിനെ തോൽപ്പിക്കുന്നു. സുന്ദരമായ ദിനം. ആ ദിനത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും കൂടി ഒരു ഗോൾ അടിച്ചിരുന്നെങ്കിലോ, അതായിരുന്നു ഇന്ന്.